അയ്യങ്കാളി എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചതാണ്. ഇനി കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചൊരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസ്ഥാനം എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്. ഹായ് ഓൾ, വെൽക്കം ടു കോമഡി ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഇവിടെ ആകെ ഒരു മാറ്റം എന്ന്, അല്ലെ? അതായത് നമ്മുടെ ആ ഒരു PPT-യിലൊക്കെ ആകെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന്റെ ഒരു പ്രതീതിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. യെസ്, അതെ, നമുക്കൊരു ബിഗ് ഡേയ്സ് വരികയാണ്. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു ബിഗ് ഡേയ്സ് വരികയാണ്. അപ്പൊ അതിന്റെ ആഘോഷങ്ങളും അതിന്റെ ആ ഒരു തിരക്കുകളൊക്കെയാണ് ഇപ്പൊ നമ്മുടെ സിസിയിൽ ഒരു വലിയൊരു മാമാങ്കം നടക്കുകയാണ്. അതെന്താണ് നമുക്ക് വഴിയെ പറയാം. അപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വഴിയെ പറയാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ പോസ്റ്ററിൽ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ കോഴ്സുകൾക്കും പഠനം ആരംഭിക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല എന്നിവിടെ എഴുതിയിട്ടുണ്ട്, അല്ലെ? എല്ലാ കോഴ്സുകൾക്കും ഒരു മികച്ച ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ദിവസങ്ങളാണ് ഇനി വരുന്നത്. അപ്പോ നമുക്കിവിടെ നോക്കിക്കോളുക, ഇതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്, ഹിസ്റ്ററിയിലെ. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ കൊടുത്തത് കേരള റിനൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കേരള റിനൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേരള റിനൈസൻസ് എന്ന് പറയുന്നത്. നമ്മളവിടെ ഒത്തിരി അധികം റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി പഠിക്കണം, അല്ലെ? വൈകുണ്ഠസ്വാമി, അതുപോലെ പൊയ്കയിൽ ശ്രീ യോഹന്നാൻ, അതുകൂടാതെ നമുക്കറിയാം പണ്ഡിറ്റ് KP കറുപ്പൻ, ശ്രീനാരായണ ഗുരു, അങ്ങനെ ഒത്തിരി റിനൈസൻസ് ലീഡേഴ്സിനെ നമ്മളിവിടെ പഠിക്കണം. അവർ കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങൾ പഠിക്കണം, അവരുടെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ പഠിക്കണം, അവരുടെ മഹത്വചനങ്ങൾ പഠിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ ഇത് നമുക്ക് SCERT ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെ പഠിക്കാം, ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് SCERT വെച്ചിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം നോക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇവിടെ നോക്കിക്കേ, ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമി, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ, യോഗക്ഷേമ സഭ അയ്യങ്കാളി. ഇതില് തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കേ, തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പൊ ഏതായിരിക്കും ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്? 1ഉം 4ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, 1ഉം 4ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. ഇനി ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാര ഗുരുദേവൻ. ഇതാണ് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്, അതായത് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഓരോ റിനൈസൻസ് ലീഡേഴ്സും ഉണ്ട്, അല്ലെ? അവർ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ ഏതെല്ലാം എന്ന് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കാം, നമുക്കിവിടെ SCERT ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് വൺ വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. ഇനി വിഗ്രഹാരാധനയുടെയും യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്, അത് ഓർത്തു വെക്കണം, വൈകുണ്ഠസ്വാമി, അല്ലെ? വൈകുണ്ഠസ്വാമിയുടെ പ്രത്യേകത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. അതിൽ ചെറിയ ഒരു കുഞ്ഞു പോർഷൻസുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇത് PSCയിൽ സ്ഥിരം ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ ഓർത്തു വയ്ക്കുക, വൈകുണ്ഠസ്വാമി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇനി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതാ? സമത്വ സമാജമാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം. ഓർത്തു വയ്ക്കണം, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വരുന്നത് സമത്വ സമാജം. ഇനി അതുകൂടാതെ അദ്ദേഹത്തിന് ചിന്താ പദ്ധതികളും ആരാധന രീതിയൊക്കെ ഉണ്ട്, അയ്യാവഴി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് എന്താണ് വഴിയെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ പ്രസ്ഥാനത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കാം, എന്താണെന്ന് നോക്കിക്കേ, വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒന്നാണ്. സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി, അല്ലെ? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ഇനി അരുൾനൂൽ, അതുപോലെ തന്നെ അഖില തിരുട്ട്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് കേട്ടോ. അതൊക്കെ നമുക്ക് അവിടെ വരും പോലെ പഠിച്ചു പോകാം. ഇനി ഇതൻ നെക്സ്റ്റ് വരുന്നതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. അത് ഓർത്തു വെക്കുക, സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. ഇനി അവശതി അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അത് ഓർത്തു വെക്കണം, അവശതി അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഇദ്ദേഹത്തിന്റെ ഒരു സമ്പ്രദായമാണ് പിടിയേരി സമ്പ്രദായം എന്ന് പറയുന്നത്. പിടിയേരി സമ്പ്രദായമൊക്കെ ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു
സമ്പ്രദായമാണ്, അത് ഓർത്തു വയ്ക്കണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം, ശ്രീനാരായണ ഗുരു. നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് റിനൈസൻസിന്റെ ആ ഒരു ഏരിയയിലെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആളാണ് അല്ലെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തിൽ നിൽക്കുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഇനി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ഉദ്ഘോഷിച്ചു. ഇത് ഓർത്തു വെക്കണം. ഇത് ആരുടെ വേടാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അത് മറന്നു പോകരുത്, ഓർത്തു വെക്കണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഇനി അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഈ പോയിന്റ് ഓർത്തു വെക്കണം. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഈ പോയിന്റ് ഓർത്തു വെക്കുക. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഇനി ജാതിഭേദവും മതവിദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടു കൂടി കഴിയുന്ന ഒരു മാതൃകാ സ്ഥാപനമാണ് ഈ സ്ഥാപനം എന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചു. അപ്പോ ശരിക്കും പറഞ്ഞാൽ അരുവിപ്പുറത്തെ ഒരു ശിവപ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറം ക്ഷേത്രം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ജാതിഭേദവും മതവിദ്വേഷവും കൂടാതെ എല്ലാവരും സാഹോദര്യത്തോട് കഴിയുന്ന മാതൃകാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്നാണ് ആ ക്ഷേത്രത്തിനെ പറ്റി അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇനി സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശൻ, ഡോക്ടർ പി പൽപ്പു, ടി.കെ. മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പൊ ഈ പോയിന്റ് ഓർത്തു വെക്കുക. സഹോദരൻ അയ്യപ്പൻ, പിന്നെ ആരാണ്? മഹാകവി കുമാരനാശൻ, ഡോക്ടർ പൽപ്പു, ടി.കെ. മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാധീനിച്ചിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത്. നമ്മൾ SNDP എന്ന് ചുരുക്കി പറയുന്നത് അല്ലെ. SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം, ചട്ടമ്പി സ്വാമികൾ അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ വിശേഷം എന്തൊക്കെയാണ്? കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ വിളിക്കുന്ന ചട്ടമ്പി സ്വാമിനെയാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്ത ഒരാളാണ് ആര്? ചട്ടമ്പി സ്വാമി. ഇനി മലയാള ഭാഷയും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രചനയാണ് പ്രാചീന മലയാളം എന്നൊക്കെ പറയുന്നത്. പ്രാചീന മലയാളം, അതുകൂടാതെ ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം. ഇനി വേറെ ഏതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഒന്ന് പറഞ്ഞു പോകണം, ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ നിങ്ങളെ. അപ്പൊ നമ്മൾ 3 പറഞ്ഞു. ഒന്ന് എന്താണ്? പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, പിന്നെ ക്രിസ്തുമത ഛേദനം ഒക്കെ ഉണ്ട്. ബാക്കി ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം ഉണ്ട്. ബാക്കി ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് എന്നൊന്ന് കമന്റ് ചെയ്തേക്കാം. നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് വരുന്നതാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം. അയ്യങ്കാളി എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചതാണ്. അയ്യങ്കാളി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഏതാണ്? വില്ലുവണ്ടി യാത്രയാണ് അല്ലെ. വില്ലുവണ്ടി യാത്രയാണ് ഓർമ്മ വരുന്നത്. പിന്നെ അതുകൂടാതെ 90-ാം ആണ്ട് ലഹള അല്ലെ, ഊരൂട്ടമ്പലം ലഹള ഒക്കെ നമ്മൾ ഓർമ്മ വരും. 90-ാം ആണ്ട് ലഹള ഓർ ഊരൂട്ടമ്പലം ലഹള അതൊക്കെ ഓർമ്മ വരും അല്ലെ. 90-ാം ആണ്ട് ലഹള ഇതൊക്കെ നമുക്ക് എന്താണ്? അയ്യങ്കാളിയെ പറ്റി ഓർമ്മ വരും. അധസ്ഥിതരുടെ പടത്തലവൻ എന്നും ഒക്കെ വിളിക്കുന്നത് അല്ലെ, കേരള സ്പാർട്ടക്കസ് എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? ഈ അയ്യങ്കാളിയാണ്. ഇനി കറുത്ത സൂര്യൻ എന്ന് വിളിക്കുന്നതും അയ്യങ്കാളിയാണ്. അപ്പൊ ഓർത്തു വെക്കുക. അപ്പൊ എന്താണ്? അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ വ്യക്തിയാണ്. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളാണ്. അത് ഓർത്തു വെക്കുക. വില്ലുവണ്ടി സമരം അല്ലെ, വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം ഇതൊക്കെ അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. അത് ഓർത്തു വെക്കണം. സാധുജന പരിപാലന സംഘം, ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. അയ്യങ്കാളി തുടങ്ങിയ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം, മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചൊരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസ്ഥാനം എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്, NSS, നായർ സർവീസ് സൊസൈറ്റിയാണ്. അപ്പൊ ഓർത്തു വയ്ക്കുക, മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് NSS ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം.
വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെ, അവരുടെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം അല്ലെ, അതായത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ഇനി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഓർത്തു വയ്ക്കുക, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു പ്രസ്ഥാനമാണ് ഏത്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. പ്രസ്ഥാനം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അവിടെ അറിയപ്പെടുന്ന ഒരാളാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS എന്ന് നമ്മൾ ചുരുക്കി വിളിക്കും. PRDS എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്നതാണ്. അത് ഓർത്തു വെക്കണം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കയിൽ യോഹന്നാൻ ഓർത്തു വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? അതായത് ജാതീയത, അടിമത്തം, സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS എന്ന് നമ്മൾ ചുരുക്കി വിളിക്കും. നെക്സ്റ്റ് ഒരു റിനൈസൻസ് ലീഡർ ആണ് വാഗ്ബടാനന്ദൻ. അപ്പൊ യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്? ഈ വാഗ്ബടാനന്ദൻ എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘം. അത് ഓർത്തു വെക്കാം. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. വാഗ്ബടാനന്ദന്റെ പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം. നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് വരുന്നതാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രത്യേകത എന്താണ്? കവിയാണ്, നാടകാകൃത്താണ്. അതുകൂടാതെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വരുന്നത് അരയ സമാജം. അത് ഓർത്തു വെക്കുക, അരയ സമാജം. അപ്പൊ പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രസ്ഥാനമാണ് അരയ സമാജം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് VT ഭട്ടതിരിപ്പാട് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ് ഈ VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹ്യ പ്രവർത്തകനാണ്, അതുകൂടാതെ എഴുത്തുകാരനാണ്. അങ്ങനെ പല മേഖലകളിൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇനി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് യോഗക്ഷേമ സഭയാണ്. അപ്പൊ യോഗക്ഷേമ സഭയാണ് VT ഭട്ടതിരിപ്പാടിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ SCRT ബേസ് ചെയ്താണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഒത്തിരി അധികം റിനൈസൻസ് ലീഡേഴ്സിന്റെയും അവരുടെ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കാൻ സാധിച്ചു. പ്രസ്ഥാനം മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങളൊന്നും അവിടെ കിട്ടി അല്ലെ. എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അവിടെ കിട്ടി. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുക, SCRT ബേസ് ചെയ്ത് ഫോളോ ചെയ്ത് പോകുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, നിങ്ങളുടെ ഭാവി CCL സുരക്ഷിതമാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ CCL ഒരു മാമാങ്കം നടക്കുകയാണ് അല്ലെ. അതായത് ഒരു ബിഗ് ഡേ നടക്കുകയാണ്. ഇനി വരുന്ന ദിവസം വളരെ ആഘോഷമാണ്. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാ PSC കോഴ്സുകൾക്കും ഒരു ഓഫർ പ്രൈസിൽ, മികച്ച ഓഫർ പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലിമിറ്റഡ് അല്ലെങ്കിൽ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡേയ്സേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പൊ വേറെ ഒന്നും നോക്കണ്ട, നമുക്ക് മികച്ച ഓഫർ പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇനി PSCയിലെ ഏത് കോഴ്സും, അതായത് LGS ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഇനി അതല്ല നമ്മൾ ടീച്ചേഴ്സ് ലെവലാണ്, KTET, LPUP, ഇതുപോലെ എല്ലാ കോഴ്സുകളും ഉണ്ട്. ഒരു കോഴ്സിനും ഒരു മാറ്റമില്ല. എല്ലാ കോഴ്സുകൾക്കും മികച്ച ഓഫർ പ്രൈസിൽ തന്നെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പൊ ഒന്നുകൂടി പറയാണ്, നമ്പർ 8590202323. അപ്പൊ മികച്ച ഓഫർ പ്രൈസ് ആണ്, മറന്നു പോകരുത്, ജോയിൻ ചെയ്യാം. ഇനി അതുകൂടാതെ നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ് ഉണ്ട്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.